തിരുവനന്തപുരത്ത് നന്ദഗോവിന്ദത്തെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കും. ഒരു നാമം പോലും ചൊല്ലാൻ മടിച്ചിരുന്ന കുട്ടികളെ കൊണ്ട് കുറച്ചു നേരമെങ്കിലും ഫോണെല്ലാം മാറ്റിവെച്ച് ആ ഒരു ആത്മീയ രീതിയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചവരാണ് നന്ദഗോവിന്ദം ഭജൻസ്. ഒന്നിച്ച് ഹിന്ദു സമൂഹമാണല്ലോ ഈ ഭജന കേൾക്കാൻ വരുന്നതിൽ 99%. ഹിന്ദുക്കൾ ഒന്നിച്ച് വന്ന് നാമകീർത്തനം അല്ലെങ്കിൽ ഭജന ഉൾക്കൊള്ളുന്നു പറയുന്ന സമയത്ത് ഇതങ്ങനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്കലാപ്പ. ഗോപാൽജി, എന്താണ് പെട്ടെന്നൊരു മുരുക ഭക്ത സംഗമത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം? പെട്ടെന്ന് പറഞ്ഞാൽ വിചാരിക്കും അടുത്ത ലക്ഷം വരാൻ പോകുന്നതുകൊണ്ടാണ്. ഒരു 2.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടുന്ന് കാവടിയും ഏന്തിക്കൊണ്ട് ധാരാളം ആൾക്കാർ തൃശ്ശൂർ പദയാത്രയായിട്ട് പോകും. ഷർട്ടൊന്നും ധരിക്കാതെ, ചെരുപ്പിടാതെ. ഒരു ദേശീയ കാഴ്ചപ്പാടും മുരുക ഭഗവാനും നല്ലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. തീരുമാനത്തിൽ ഞാൻ ആദ്യം വിളിച്ചത് രജിയാണ്. അപ്പോൾ രജി പറഞ്ഞ ഞാനുണ്ടാവും കൂടെ. കഴിഞ്ഞ 101 വർഷമായി ഒരൊറ്റ മന്ത്രം മാത്രം ഉരുവിടുന്നൊരു ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ചില ആൾക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി. നമസ്തേ. മുരുകഭക്ത മഹാസംഗമത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ് അനന്തപുരി. എന്താണ് മുരുകഭക്ത മഹാസംഗമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് ഈ 3 ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്? ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ അധ്യക്ഷനും ആദ്യകാല പ്രചാരകരിൽ ഒരാളുമായ ശ്രീ ഗോപാൽജിയാണ്. ഗോപാൽജി, നമസ്തേ. നമസ്തേ. ഗോപാൽജി, എന്താണ് പെട്ടെന്നൊരു മുരുകഭക്ത സംഗമത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം? പെട്ടെന്നല്ലല്ലോ, നമ്മളത് ചിന്തിച്ചിട്ട് ഒരു 4-5 മാസമായി. പെട്ടെന്ന് പറഞ്ഞാൽ വിചാരിക്കും അടുത്ത ലക്ഷം വരാൻ പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ പ്രചാരണങ്ങളുണ്ട്. അതെ, നമ്മൾ അങ്ങനെയല്ല, അതാദ്യം തന്നെ പറയുന്നു. 4-5 മാസം മുമ്പ് നമ്മളെ മനസ്സിൽ തോന്നി തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ മുരുകഭക്തന്മാരുണ്ട്, തമിഴ് കൾച്ചറുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പം ഈ ചോദ്യം പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ചോദിക്കും, അല്ല മലബാറിലൊക്കെ ഉണ്ട്. പക്ഷെ വ്യത്യാസം, മലബാറിൽ ഈ കാവ്യ മുണ്ടൊക്കെ ധരിച്ച് കാവ്യ കല്ലുകൊണ്ടുള്ള കട്ട കൊണ്ടുള്ള ആ മുക്കിയിട്ടുള്ള ധരിച്ച് വീടുകളിൽ പോയി ഭിക്ഷ യാചിച്ച് അത് കൊണ്ടുവന്ന് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി വളരെയധികം ഭക്തിയോട് കൂടിയിട്ടാണ് പഴനിക്കാണ് പോകുന്നത്. പക്ഷെ തിരുവനന്തപുരം ഭാഗത്ത് ധാരാളം മുരുകഭക്തന്മാരുണ്ട്, മുരുക ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുന്ന് കാവടിയും ഏന്തിക്കൊണ്ട് ധാരാളം ആൾക്കാർ തൃശ്ശൂർ നടന്ന് പദയാത്രയായിട്ട് പോകുന്നുണ്ട്. ഷർട്ടൊന്നും ധരിക്കാതെ, ചെരുപ്പിടാതെ. എനിക്ക് തോന്നുന്നു ശബരിമലയിൽ പോകുന്നേക്കാൾ കൂടുതൽ നടന്നു പോകുന്നത് തിരുച്ചെന്തൂരിലേക്കാണ് ഈ ആൾക്കാർ. അപ്പോൾ അത്തരം ആൾക്കാർ ധാരാളമുള്ള തിരുവനന്തപുരത്ത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചിന്തിച്ചു, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു മുരുക ഭക്ത സംഗമം സംഘടിപ്പിക്കണം. അത് എവിടെയൊക്കെ മുരുകഭക്തന്മാരുണ്ടോ അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ അതിൽ കുറച്ചെങ്കിലും ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അന്തർദേശീയ മുരുക ഭക്ത സംഗമം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അത് വലിയ തോതിൽ നടത്താൻ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അത്ര വലിയൊരു ഗ്രൗണ്ട് കിട്ടാനില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമേ ഇല്ല. പിന്നെ കടപ്പുറത്ത് വെക്കണം വിചാരിച്ചാൽ അവിടെയൊക്കെ ഇടിഞ്ഞ് ആയി. അപ്പം വിചാരിച്ചു കിട്ടിയ സ്ഥലത്ത് പല സമയത്തായിട്ട് പല ആൾക്കാർ വരണം, പല പരിപാടികളോട് കൂടി. അപ്പം നമ്മൾ ആ നിലയ്ക്ക് പൂജപ്പുര മൈതാനം എടുത്തു. പൂജപ്പുര മൈതാനത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഘോഷയാത്ര വരുന്ന സമയത്ത് അവിടെയാണ് മുരുക ഭഗവാനെ കൊണ്ടുപോയിട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു പവിത്രമായിട്ടുള്ള മണ്ണാണ്. പിന്നെ സരസ്വതി ക്ഷേത്രം ഉള്ളത് കൊണ്ട് അതൊരു സരസ്വതി മണ്ഡപം തന്നെയാണ് പറയപ്പെടുന്നത്. അതിന് പിന്നിലുള്ള ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നിശ്ചയിച്ചത്. രാവിലെ മുതലേ ആൾക്കാർ വരും, ഒരു പല പരിപാടികളിൽ പങ്കെടുക്കും. രാത്രി 10 മണി വരെ വിവിധ പരിപാടികളോടുകൂടി 3 ദിവസം നടത്താൻ. ജനുവരി 2026, അതായത് ഈ വർഷം 16, 17, 18 തീയതികളിലായിട്ട് ഒരു 2.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞാൽ അവർക്ക് പോവാം. ആ നിലയ്ക്കുള്ള അറേഞ്ച്മെന്റ്സാണ്. അതാണ് പെട്ടെന്നല്ല, നേരത്തെ തീരുമാനിച്ചു. പക്ഷെ അതിന്റെ പ്രവർത്തനം തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പ് വന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് വന്ന സമയം സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അവരെല്ലാവരും ആ പ്രവർത്തനത്തിന് പോയി. അപ്പോൾ അവർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആസൂത്രണം ചെയ്തു, വീണ്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പൊ നമുക്കറിയാം LMRK
രജിത്ജിയാണ് ഈ മുരുകയുഗം അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്, ഇതിനൊരു കാര്യമില്ലാത്ത കാര്യമാണല്ലോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നി. പക്ഷേ നാഷണാലിറ്റി എന്ന് പറയുന്ന വലിയൊരു കോൺസെപ്റ്റ്, ദേശീയതയെയും ആത്മീയതയെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് രജിത്ജി എപ്പോഴും സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് മുരുക ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരു ദേശീയ കാഴ്ചപ്പാടും മുരുക ഭഗവാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അത് പ്രതിഫലിക്കുന്നത് കൂടി ആകില്ലേ ഈ മുരുക സംഘം? ഉറപ്പാണ്. നമ്മൾ തീരുമാനിച്ചത് ഞാൻ ആദ്യം വിളിച്ച രജിയാണ്. അപ്പൊ രജി പറഞ്ഞു ഞാനുണ്ടാവും കൂടെ. അപ്പൊ അദ്ദേഹം ഈ 3 ദിവസം ഉണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം ഇവിടെ വന്നു പോയി, നമ്മളൊരു പൂജയിലൊക്കെ പങ്കെടുത്തിട്ട് പോയി. പക്ഷെ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 101 വർഷമായി ഒരൊറ്റ മന്ത്രം മാത്രം ഉരുവിടുന്ന ഒരു ആൾക്കാർ ഇവിടെ ഉണ്ട്. ഭാരതത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് ഇപ്പോൾ. അതെന്താണ്? എൻ്റെ ശരീരം ഈ രാഷ്ട്രത്തിന് വേണ്ടി പതിക്കട്ടെ, അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നാടിനെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കും. 101 വർഷമായി ഒരേ മന്ത്രം. ആദ്യം തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ അത് കോടിക്കണക്കിന് ആൾക്കാർ ഉരുവിടുന്ന മന്ത്രമായി മാറി. അതൊരു തപസ്സാണ്. ആ തപസ്സിന്റെ ഫലം ഉണ്ടായിട്ടില്ലേ? ആ തപസ്സായിരിക്കില്ലേ? അതിനുശേഷം ധാരാളം ആൾക്കാർ ആ നിലയ്ക്ക് രാഷ്ട്രത്തിന്റെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. നേരത്തെ ഉണ്ടായിട്ട് സന്യാസിശ്രേഷ്ഠന്മാരെ മുഴുവൻ ഒരുമിച്ച് ഒരേ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ 101 വർഷമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ പല ആൾക്കാരും പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു 10-11 വർഷത്തിന്റെ ശേഷമാണ്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ 101 വർഷം ഇപ്പം എത്തിയിട്ടുള്ള, അന്ന് ഏകദേശം 90 വർഷമായിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ചില ആൾക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നതിന് ശേഷം അല്ലല്ലോ ഈ ഭാരതത്തെ പരമമായ വൈഭവത്തിൽ എത്തിക്കണം എന്നുള്ള ചിന്ത വന്നത്. അതിൻ്റെ മുമ്പ് നമ്മൾ തുടങ്ങിയതല്ലേ. സ്വാഭാവികമായി എല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്, ഏത് ചിന്താഗതിയും ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ അവരുടെ ബോധം രാഷ്ട്രത്തോടായിരിക്കണം, ചിന്ത രാഷ്ട്രത്തെക്കുറിച്ചായിരിക്കണം. ഈ രാഷ്ട്രത്തെ ലോകഗുരുസ്ഥാനത്തേക്ക് എത്തിക്കണം. അത് തന്നെയാണ് ഭാരത പ്രധാനമന്ത്രി പറയുന്നത്, പ്രധാനമന്ത്രിയുടെ ടീം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ തോന്നൽ ഉണ്ടാകാൻ കാരണം 101 വർഷം ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ സംഘടന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ രജിത്ജിയെ പോലുള്ള ആൾക്കാരുടെ അവരുടെ ചിന്ത നമ്മൾ അങ്ങേയറ്റം വരെ അതിനെ ബഹുമാനിക്കുകയാണ്, ആരാധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയെ ഉൾക്കൊള്ളുകയാണ്. അദ്ദേഹത്തിനും രാഷ്ട്രം എന്നുള്ളതാണ്. രജിത്ജി മാത്രമല്ല, ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മുരുക ഭഗവാന്റെ ആ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള, അതിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുള്ള, സാംശീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെ അങ്ങേയറ്റം വരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു നിയോഗം പോലെ അദ്ദേഹം അത് കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. കൊണ്ടു നടക്കുന്നു, അതല്ലേ? അതിനുവേണ്ടി തന്നെ ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വെച്ചതുപോലെയാണ്. അതെ. ഇപ്പൊ നമുക്കറിയാം മുരുക ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു സേനാധിപതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വീരപരിവേഷം നമുക്ക് എല്ലാവർക്കും മുരുകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മള് ചിന്ന ചിന്ന മുരുക, നന്ദഗോവിന്ദം വരുന്നുണ്ട്. നന്ദഗോവിന്ദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ചിന്ന ചിന്ന മുരുക മുരുക. അപ്പൊ നമുക്ക് ആ ഒരു കുട്ടിത്തം നിറഞ്ഞ മുരുക ഭാഗവും ഒപ്പം തന്നെ വീരസേനാപതി ആയിട്ടുള്ള മുരുകന്റെ ഭാഗവും നമുക്ക് മനസ്സിലുണ്ട്. അപ്പോ ഗോപാൽജിയെ സംബന്ധിച്ച് മുരുക ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നൊരു ഭാവം എങ്ങനെയാ? രാഷ്ട്രത്തിന് വേണ്ടി ശക്തി സമ്പാദിക്കുന്ന ശക്തിശാലിനിയായ സ്വയമേവ മൃഗേന്ദ്രത എന്ന കാഴ്ചപ്പാടാണ്. ഈ നാഭിഷേകോന്ന സംസ്കാരോ സിംഹസ്യ ക്രിയദേവനെ വിക്രമാർജിത സത്വസ്യ സ്വയമേവ മൃഗേന്ദ്രത എന്ന ഒരു ശ്ലോകം ഞാനെൻ്റെ ചെറുപ്പം മുതലേ പഠിച്ചതാണ്. ഈ സിംഹത്തിനെ ആരും അഭിഷേകം ചെയ്തിട്ടല്ല ആക്കി തീർക്കുന്നത്, സ്വയം കഴിയുന്നത്. അതായത് മുരുക ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് യോദ്ധാവായിരിക്കുന്ന ശക്തിശാലിയായിരിക്കുന്ന മുരുക ഭഗവാൻ, ശക്തിശാലിയായ ഒരു രാഷ്ട്രം നിർമ്മിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. അപ്പൊ എങ്ങനെയായിരിക്കും? ധാർമ്മിക ശക്തി ആയിരിക്കണം. മുരുക ഭഗവാന്റെ പ്രവർത്തനം ധാർമ്മികമാണ്. അപ്പൊ ധാർമ്മികമായ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രത്തെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കണം ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ അടക്കമുള്ള ആൾക്കാർ, ആ രീതിയിൽ ചിന്തിക്കുന്നവർ സ്വാഭാവികമായും മുരുക ഭഗവാനെ ഉൾക്കൊള്ളാനും ആ നിലയ്ക്ക് തന്നെയാണ് മുരുക ഭഗവാനെ നമ്മൾ കാണുന്നത്. ഉറപ്പായിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദഗോവിന്ദം ഭജൻസ് നമുക്ക് അറിയാം മഹാസംഗമത്തിന് എത്തുന്നുണ്ട്.
അതേസമയം ഒരു ഭയങ്കരമായ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പോ അവരെ സംബന്ധിച്ച് നടക്കുന്നത്. കാരണം ഞാനൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഒരു നാമം പോലും ചൊല്ലാൻ മടിച്ചിരുന്ന കുട്ടികളെ കൊണ്ട് കുറച്ചു നേരമെങ്കിലും ഫോണെല്ലാം മാറ്റിവെച്ച് ആ ഒരു ആത്മീയ രീതിയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചവരാണ് നന്ദഗോവിന്ദം ഭജൻസ്. പക്ഷെ ഇന്ന് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണെന്നാണ് ചിലയിടങ്ങളിൽ വലിയ രീതിയിൽ നടക്കുന്ന പ്രചരണം എന്ന് പറയുന്നത്. ഗോപാൽജി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പലർക്കും ഭയമാണ്. കാരണം ഒന്നിച്ച് ഹിന്ദു സമൂഹമാണല്ലോ ഈ ഭജന കേൾക്കാൻ വരുന്നതിൽ 99%. 1% അല്ലാത്തവരുണ്ടാകും, ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്നവർ വന്നിരിക്കുന്നുണ്ടാകാം. പക്ഷേ 99% ഹിന്ദുക്കൾ ഒന്നിച്ച് വന്ന് നാമകീർത്തനം അല്ലെങ്കിൽ ഭജന ഉൾക്കൊള്ളുന്നു പറയുന്ന സമയത്ത് ഇതങ്ങനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്കലാപ്പ. ഇതിൻ്റെ പേരിൽ ഹിന്ദു സംഘടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അവർ നെഗറ്റീവായിട്ട് ഒരു പ്രചരണം ഇതിന് കൊടുക്കുന്നത്. അതാണ് അതിന്റെ കാരണം. ഹിന്ദു ഒരുമിച്ച് വരാൻ പാടില്ല, ഹിന്ദു സംഘടിക്കാൻ വരുന്നില്ല. അങ്ങനെ അഥവാ വന്നാൽ അവർക്കൊരു പട്ടം കൊടുക്കുക, അതിന്റെ പേരാണ് സംഘിപ്പട്ടം. ഈ സംഘിപ്പട്ടം കൊടുക്കുകയാണ്. അതിനായിരിക്കും ഇവരുടെ നേരെയും ഈ ആക്രോശത്തിന് കാരണം. ഏതായാലും തിരുവനന്തപുരത്ത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. പക്ഷെ തിരുവനന്തപുരത്ത് നന്ദഗോവിന്ദത്തെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. അത് വേണ്ട, പക്ഷെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ വെല്ലുവിളിയെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കാരണം നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഹിന്ദു സംഘടിത ശക്തിയാണ് തിരുവനന്തപുരത്ത്. തീർച്ചയായിട്ടും കേരളത്തിലും അതെ. കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമായുള്ള ജില്ലയിൽ പോലും സംഘടിതമാണ് ഹിന്ദു ശക്തി. 1952 മുമ്പുള്ളതല്ല ഇന്നത്തെ ഹിന്ദു എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. തിരുവനന്തപുരത്ത് ഉണ്ടായില്ലേ പാപ്പാവേദി പ്രശ്നം മുതൽ പലതും. ശബരിമല പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ യുവാക്കന്മാരടക്കമുള്ള ആൾക്കാർ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ഇവിടെയാണ്. തീർച്ചയായിട്ടും. അപ്പം ആ നിലയ്ക്കുള്ള ഒരു പ്രദേശത്ത് ധാരാളം കാര്യങ്ങൾ നടന്ന തിരുവനന്തപുരത്ത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരിക്കുമല്ലോ ഹിന്ദുത്വ കാഴ്ചപ്പാട് ഒരു മേയർ പോലും തിരുവനന്തപുരം മാറുകയാണ് വലിയ രീതിയിൽ. പക്ഷെ അഹങ്കരിക്കരുതല്ലോ. ആ നിലയ്ക്ക് മറ്റുള്ള ആളുകളെ പോലെ ഈ പ്രവർത്തകർ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക് കൊടുക്കാൻ. കാരണം ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശക്തിശാലിയായ രാഷ്ട്രം എന്ന് പറയുന്ന സമയത്ത്, ആ രാഷ്ട്രം കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുശീലം ജഗദ്ധ്യേന നമ്മുടെ ഭവനിലൊരു വരിയുണ്ട്. ലോകം മുഴുവൻ തലകുനിക്കത്തക്കരുള്ള സുശീൽ എനിക്ക് തരണമേ എന്നാണ്. അപ്പൊ അത്തരം ആൾക്കാരായിരിക്കണം, ഈ കാഴ്ചപ്പാടിലെ ആൾക്കാരായിരിക്കണം എല്ലാവരും. എന്നാൽ മാത്രമേ ഇത്തരത്തെ കാര്യങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കുള്ളൂ. അധാർമികമായിട്ട് രാവണന്റെ ശക്തിയോട് കൂടിയിട്ടായിരിക്കും ഇരിക്കട്ടെ, അതല്ല. രാമന്റെ ധാർമ്മിക ശക്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും രാമനെന്ന് കേൾക്കുമ്പോഴേ ഹാലിളകുന്നവരുള്ള നാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയാൻ കാരണം. ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുന്നു, ആ ധാർമ്മികമായിട്ടുള്ളതാണ് നമ്മൾ നടത്താൻ പോകുന്നത്.